നെടുങ്കണ്ടം ഉപജില്ലാ സ്കൂൾ കലോത്സവം 19, 20, 21 തീയതികളിൽ നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ നടക്കും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. നൂപുരാധ്വനികൾ എന്ന പേര് നൽകിയ കലോത്സവത്തിൽ 8 പഞ്ചായത്തുകളിലെ 52 സ്കൂളുകളിൽ നിന്നായി 3250 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലായി 93 ഇനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങൾക്കായി 10 വേദികളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ജനറൽ കലോത്സവത്തിന് പുറമെ അറബിക്, സംസ്കൃതം, തമിഴ് കലോത്സവങ്ങളും ഇതോടൊപ്പം നടക്കും. സ്കൂൾ കലാമേളയ്ക്ക് ഇത്തവണ ആതിഥ്യമരുളുന്നത് നെടുങ്കണ്ടത്തെ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂളാണ്. നമ്മുടെ നെടുങ്കണ്ടം സബ് ജില്ല എന്ന് പറയുന്നത് 8 ഗ്രാമപഞ്ചായത്തുകൾ അടങ്ങുന്ന വിപുലമായ ഒരു ഏരിയയാണ്. അവിടുത്തെ 52 വിദ്യാലയങ്ങളിൽ നിന്നായിട്ട് 3250ഓളം കുട്ടികളാണ് ഈ ഉപജില്ലാ കലാമേളയിൽ പങ്കെടുക്കുന്നത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായിട്ട് 93ഓളം ഇനങ്ങളിലായിട്ടാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉപജില്ലാ കലാമേളയുടെ നടത്തിപ്പിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് സ്കൂളിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 10 വേദികളാണ് മത്സരത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. സ്കൂൾ കോമ്പൗണ്ടിലുള്ള പാരിഷ് ഹാളും മിനി പാരിഷ് ഹാളും ഹൈസ്കൂൾ ഹാളും കൂടാതെ ആശാഭവൻ ഓഡിറ്റോറിയത്തിലും അതുപോലെ തന്നെ SH സ്കൂളിൻ്റെ ഓഡിറ്റോറിയം, IHRD ബിൽഡിങ്ങിലുള്ള ഹാളുകൾ, അതുപോലെ വരകുകാലായിലുള്ള ലയൺസ് ക്ലബ്ബ്, അതുപോലെ മരീൻ ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലയൺസ് ക്ലബ്ബ് ഹാള്, ഇങ്ങനെ ടൗണിൻ്റെ അകത്തും സ്കൂളിൻ്റെ കോമ്പൗണ്ടിലുമായി 10 വേദികൾ ക്രമീകരിച്ചുകൊണ്ടാണ് 2 ദിവസമായി സ്റ്റേജ് ഇനങ്ങൾ നടത്തുന്നത്. 19-ാം തീയതി രചനാ മത്സരങ്ങൾ ജനറൽ കലോത്സവത്തിലെയും അതുപോലെ തന്നെ തമിഴ്, സംസ്കൃതം, അറബിക് കലോത്സവത്തിലെയും മുഴുവൻ രചനാ മത്സരങ്ങളും 19-ാം തീയതി തന്നെ പൂർത്തീകരിക്കും. അതോടൊപ്പം തന്നെ 19-ാം തീയതി ചെണ്ടമേളം, തായമ്പക തുടങ്ങിയ ഗ്രൗണ്ട് ഇന മത്സരങ്ങളും അന്ന് ക്രമീകരിക്കും. 19-ന് രചനാ മത്സരങ്ങളും ചെണ്ട, തായമ്പക മത്സരങ്ങളുമാണ് നടക്കുന്നത്. 19-ന് രാവിലെ 10-ന് MM മണി MLA കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീ ലാലിച്ചൻ അധ്യക്ഷത വഹിക്കും. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് ശൗര്യാങ്കുഴി അനുഗ്രഹ പ്രഭാഷണവും ഇടുക്കി രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോർജ് തകടിയേൽ മുഖ്യപ്രഭാഷണവും നടത്തും. പരിപാടിയിൽ വച്ച് വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തന മികവിന് അവാർഡ് നേടിയ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K. സുരേഷ് കുമാർ, കോമ്പയാർ സെന്റ് തോമസ് സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു ജോർജ് എന്നിവരെ ആദരിക്കും. 21-ന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് മുഖ്യാതിഥിയായിരിക്കും. യോഗങ്ങളിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ രംഗങ്ങളിലുള്ളവർ പങ്കെടുക്കും. സംഘാടക സമിതി ചെയർമാൻ പ്രമീ ലാലിച്ചൻ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സിബി മൂലേപ്പറമ്പിൽ, ജനറൽ കൺവീനർ ജിൻസ് ജോസ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K. സുരേഷ് കുമാർ, HM ഫോറം സെക്രട്ടറി ബിജു ജോർജ്, പ്രോഗ്രാം കൺവീനർ റിനു ചാക്കോ, PTA പ്രസിഡന്റ് സുബിൻ ജോസഫ്, സൈജു ചെറിയാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എൻ്റെ അപ്പായിച്ചേട്ടാ, എന്തോ ഏലക്കാട്? നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ. പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ല, നീ സാനുമാഷിനോട് ചോദിക്ക്. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീൻ്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇതെവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.